നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നാളൊരു സമയത്ത് ശിവരാമേട്ടൻ വന്ന് കൈ നീട്ടിയ ഞാൻ ആ കൈകളിലേക്ക് വച്ചു കൊടുക്കണം അവളെ. പിന്നീട് അവളുടെ എന്റെയും ജീവിതം എന്തായിരിക്കും പോലും എനിക്കറിയില്ല. അച്ഛൻ മാളുമോളെ കുറിച്ച് കണ്ട സ്വപ്നം എന്തായിരുന്നു എന്ന് പറയേ. അത് പിന്നെ ഞങ്ങൾക്കൂടെ ഒന്ന് കേൾക്കാലോ. എടി ഞാൻ ചോദിച്ചിട്ട് എന്നോടൊന്നും പറഞ്ഞൊന്നുമില്ല. വെറുതെയാ കുഞ്ഞുങ്ങളെ കാണാനുള്ള അടവായത്. അടവൊന്നുമല്ല, ഞാൻ കണ്ടതാ. പിന്നെ കണ്ടെന്താന്ന് വെച്ചാ അങ്ങ് പറഞ്ഞു. അതിപ്പോ ഒരു മുത്തശ്ശന്റെയും പേരക്കുട്ടിയുടെയും കഥ. കഥയോ? ആ കഥയല്ല, സ്വപ്നം തന്നെയാ. ഞാനും എന്റെ പേരക്കുട്ടികളും കൂടി ടൂർ പോകുന്നു. ഞാനൊരു വലിയ കുഴിയിൽ വീഴുന്നു. എന്റെ 2 മക്കളും കൂടി എന്നെ രക്ഷപ്പെടുത്തുന്നു. ഇതാ കണ്ടത്. ബെസ്റ്റ്. ഗുണാക്കീവിലായിരിക്കുമല്ലേ അച്ഛൻ വീണത്? ആ എടി ഇങ്ങനൊരു പഴയ സിനിമ ഇല്ലേ കമലഹാസന്റെ? അച്ഛാ വല്ലാതെ വേർക്കുന്നുണ്ടോ? നമുക്ക് AC ഓണാക്കിയാലോ? അച്ഛൻ ഇനി നിന്ന് വിയർക്കണ്ട. കാര്യം എന്താന്ന് എനിക്ക് മനസ്സിലായി. ആതിര അച്ഛനെ നേരത്തെ വിളിച്ചായിരുന്നല്ലേ? ആ വിളിച്ചായിരുന്നു. അപ്പൊ അത് തന്നെയാ കാര്യം. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് സമാധാനമില്ലാതെ ഓടി വന്നതല്ലേ അച്ഛൻ? ഇവിടെ അതിന് മാത്രം പ്രശ്നങ്ങളൊന്നും ഇല്ല അച്ഛാ. എന്നാലും ഒരു സമാധാനം വേണ്ടേ മോളെ? ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. അപ്പൊ അതാണ് മാഷ കാര്യം. രണ്ടാമത് ബീരെ വിളിച്ചപ്പോ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഇവള് പറഞ്ഞെന്ന് ഞാൻ മാഷിനോട് പറഞ്ഞതല്ലേ? അമ്മ ഇനി അച്ഛൻ അതിന്റെ പേരിൽ വഴക്കൊന്നും പറയണ്ട. അച്ഛന്റെ സ്വഭാവം നമുക്കറിയാവുന്നല്ലേ. സേതു വന്നിട്ട് എന്ത് തീരുമാനം പറഞ്ഞു മോളോട്? ഞാൻ പറയേണ്ട രീതിയിലൊക്കെ പറഞ്ഞു. അച്ഛൻ അതേ തീരുമാനത്തിൽ തന്നെയാ. സ്നേഹയുടെ അവധിയെടുത്തിടും കാര്യം ആലോചിക്കുമ്പോഴാ പേടി. ഇനിയും എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് ഒരു പിടിയുമില്ല. നീ വഴക്കിനൊന്നും നിൽക്കണ്ട. ഞങ്ങളും സേതുട്ടോടൊന്ന് സംസാരിക്കാം. വെറുതെ എന്തിനാ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഇതൊക്കെ ആരെങ്കിലും ആവശ്യപ്പെട്ടതാണോ അമ്മ? അച്ഛന്റെ തീരുമാനമല്ലേ? നിങ്ങളിരിക്കുക, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വാവേ കുഞ്ഞു റാവ ഉറങ്ങി. ഓ മോളെ അതെ, ഞങ്ങളിപ്പോ വന്നത് മറ്റൊരു കാര്യം കൂടെ പറയാനാ. എന്താ അമ്മ? ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്ക് അച്ഛനൊരു കാര്യം പറഞ്ഞിരുന്നു. എന്റെ അച്ഛന്റെ കുടുംബവക കുറച്ച് സ്ഥലമുണ്ടല്ലോ, അന്ന് അനൂപിന്റെ ആവശ്യത്തിന് വേണ്ടി അത് വിൽക്കാനിരുന്നതാ. ആ സ്ഥലമേ നമുക്ക് 2 കുഞ്ഞുമക്കളുടെയും പേരിൽ എഴുതി വെക്കാം. പഴയ വീട് സ്ഥലവും ആവണിമൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്കൊക്കെ ഇത് എന്താ അമ്മ? ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോ അതിനുള്ള പരിഹാരം നിങ്ങൾ അവിടെ നിന്ന് കണ്ടുപിടിച്ചോ? എന്റെ മോക്കൊന്നും വേണ്ട. അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് മാലിമോക്കും ആവണിമോക്കും കൊടുത്താൽ മതി. മോളെ അതിന് നീ വേറൊന്നും കരുതണ്ട. ഇവിടുത്തെ ഇവരുടെ സ്വത്തൊന്നും നീ ആവശ്യപ്പെടില്ല എന്ന് എനിക്കറിയാം. ചിലപ്പോ സ്നേഹയവന്തികയും അത് തരാനും സമ്മതിക്കില്ല. അപ്പോ നിങ്ങൾക്കൊന്നും ഇല്ലാതായി പോകുമെന്ന ഞങ്ങൾക്കൊരു പേടി. എന്നാ ആ പേടി അമ്മയ്ക്ക് വേണ്ട. എന്റെ മോൾക്ക് ആജീവനാന്തം ജീവിക്കാനുള്ളതും അതിൽ കൂടുതലും സച്ചിന്റെ അക്കൗണ്ടിലുണ്ട്. കുറെ നാൾ കഴിയുമ്പോ ഞാനും എന്തെങ്കിലും ജോലിക്ക് പോകും. ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിക്കോളാം. അത് തന്നെയല്ലേ അച്ഛനും അമ്മയും ഞങ്ങളെ ഈ നിലയിൽ എത്തിക്കാൻ ചെയ്തതും.
സ്വത്തിന്റെ പേരിൽ ഞാനോ ആതിരയോ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അതില് നിങ്ങൾക്കൊരു പേടിയും വേണ്ട. പിന്നെ അമ്മയോടായതുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. എന്നെ എപ്പോഴും ടെൻഷനാക്കുന്നത് മറ്റൊരു കാര്യം, എൻ്റെ മോളെ എനിക്ക് എത്ര വർഷം വളർത്താൻ പറ്റുമെന്നുള്ളതാ. ചിലപ്പോൾ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അവളെ നഷ്ടപ്പെട്ടു എന്ന് വരാം. സ്നേഹ അവന്തിയടുത്തൊക്കെ എവിടെയോ കിടന്ന കുഞ്ഞെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ ഉള്ളില് ഒരു പെടച്ചില. അപ്പോഴാ ഞാൻ ഓർക്കുന്നത് അവൾ എൻ്റെ സ്വന്തം അല്ലല്ലോ എന്ന്. നാളെ ഒരു സമയത്ത് ശിവരാമേട്ടൻ വന്ന് കൈ നീട്ടിയാ ഞാൻ ആ കൈകളിലേക്ക് വച്ചു കൊടുക്കണം അവളെ. പിന്നീട് അവളുടെ എൻ്റെയും ജീവിതം എന്തായിരിക്കുന്ന പോലും എനിക്കറിയില്ല. ആ ഭയത്തിലാ ഓരോ നിമിഷവും ഞാൻ ജീവിക്കുന്നത്. അതിനിടയിൽ ഇതുപോലൊരു കാര്യം എന്നെ ബാധിക്കില്ല. ആർക്കും ഒന്നും പറഞ്ഞു തളർത്താനോ ആവില്ല. നീ അതിനെപ്പറ്റിയൊന്നും ആലോചിക്കണ്ട മോളെ. അയാള് തിരിച്ചു വരുമായിരുന്നെങ്കിൽ എന്നേ വന്നേനെ ഇല്ലേ? ആ കുഞ്ഞിനെ അയാൾക്ക് ആവശ്യമില്ല, അതുകൊണ്ടല്ലേ അയാൾ ഉപേക്ഷിച്ചു പോയത്. നിന്റെ കുഞ്ഞിന്ന് കൂടെ തന്നെ കാണും, അമ്മയ്ക്കത് ഉറപ്പാ. ഒരു കുഞ്ഞിന്റെ പേരില് നീ കുടിച്ച കണ്ണീര് ഈശ്വരൻ കണ്ടിട്ടുണ്ട് മോളെ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീ അതൊക്കെ മറക്കണം. അതിനമ്മേ ഞാൻ ശ്രമിക്കുന്നു. എങ്കിലും ചില കാര്യങ്ങൾ മറക്കാൻ ശ്രമിക്കും തോറും അതിന്റെ ഭീകരത ചിലപ്പോഴൊക്കെ നമ്മളെ തളർത്തി കളയില്ലേ? അങ്ങനൊരവസ്ഥ കൂടി എനിക്കുണ്ട്. മുത്തശ്ശന്റെ പൊന്നുമോളല്ലേ? കമലയ്ക്ക് വേണ്ടേ? ഞാൻ താഴേന്ന് കുടിച്ചായിരുന്നു. മോളെ, ഇനി സമയം കിട്ടുമ്പോ നീ 2 ദിവസം വീട്ടിൽ വന്ന് നിൽക്കേ. അവിടുത്തെ അമ്പലത്തില് മോക്ക് വേണ്ടി ചില പൂജകളൊക്കെ നടത്താനുണ്ട്. ഈ പ്രായത്തിൽ എന്ത് പൂജയമ്മേ? അവള് കുറച്ചുകൂടി വളരട്ടെ. അത് നിനക്ക് മോളെ കിട്ടും മുമ്പ് ഞങ്ങള് നേർന്നതാ. നിനക്കൊരു കുഞ്ഞിനെ തന്നാൽ പൂജകൾ നടത്തിക്കൊള്ളാന്ന്. അതുകൊണ്ട് അതിലൊരു ഉപേക്ഷയും വിചാരിക്കരുത്. ഞാൻ സമയം പോലെ വരാം, അച്ഛൻ പറഞ്ഞാ മതി. ഇവിടെ വരുമ്പോ നീയും കൂടെ മോളെ കൊണ്ടുപോവാ. അവക്കും കൂടെ ചേർത്ത് നമുക്ക് പൂജയൊക്കെ നടത്താലോ, അല്ലേ? ഉറപ്പായിട്ടും വരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.